ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ജവാദിയൻസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മസാല ദോശയാണ്. അപ്പൊ അതിനുള്ള മസാല നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. പാല് വെച്ച് വെറൈറ്റി ആയിട്ടൊരു മസാലക്കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ആദ്യമായി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ചട്ടിയിലേക്ക് കുറച്ച് കടുക് ഇടുവാണ്. കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഗാർണിഷിങ്ങിന് വേണ്ടി ചെറുപയറ്റും പരിപ്പിന്റെ 2-3 ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആഡ് ചെയ്യുന്നത് വെളുത്തുള്ളി, ഒരു 2-3 വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചത്, പച്ചമുളക്, നമ്മൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3-4 വെളുത്തുള്ളി, പിന്നെ 2 കഷ്ണം ഇഞ്ചി, പിന്നെ പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകും ഉണക്കമുളകും ചേർത്ത് കൊടുത്ത് വേപ്പിലയും ചേർത്ത് അതിലേക്ക് 3 സവാള അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കുകയാണ്. ഈ സവാള നല്ല ബ്രൗൺ കളറാണ് വയറ്റണം. നമ്മൾ സവാള ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഇതിലേക്ക് സവാള പെട്ടെന്ന് വയറ്റി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഓൾറെഡി മസാല വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങും ക്യാരറ്റിലേക്ക് ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. സവാള അപ്പൊ ഒരു ബ്രൗൺ നിറയി വന്നിട്ടുണ്ട്. നമ്മൾ അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലയുടെ പൗഡറും ആഡ് ചെയ്യുന്നു. ഇതിലോട്ട് വേവിച്ച് വെച്ചേക്കുന്ന വെജിറ്റബിൾ ഉരുളക്കിഴങ്ങും ക്യാരറ്റും മഞ്ഞൾപ്പൊടിയും ഗരം മസാല ഇട്ട് വേവിച്ച് വെച്ചതാണ്. അതും കൂടി ഇതിലോട്ട് തട്ടുന്നു. വേവിച്ച് വെച്ച എല്ലാ ഇടപെടലും കൂടി ഇതിലേക്ക് തട്ടിക്കൊടുക്കുകയാണ്. വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ഉണ്ട്, അതും കൂടി നമ്മൾ ഇതിലേക്ക് തട്ടിക്കൊടുക്കുകയാണ്. ഇതിലേക്ക് ഇപ്പൊ നമ്മൾ പാല് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ കുറച്ച് ആഡ് ചെയ്തിട്ട് നോക്കാം ഇതിന്റെ മസാലയുടെ പരുവം എങ്ങനെയാണെന്ന് നോക്കാം. കുറച്ചു ഇപ്പൊ ഒരു മസാല ദോശക്കായാണ്ട് ഏതാണ്ട് ഈ പരുവം മതിയാവും. പശുവും പാലാണ് നമ്മൾ ഒഴിച്ചത്. അപ്പൊ അതിൽ കിടന്നൊന്നൊരു 2 മിനിറ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ സംഗതി ഓക്കെ ആയി. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് മല്ലിയില പൊതിന ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് ഉരുളക്കിഴങ്ങ് അങ്ങനെ തന്നെ പുഴുങ്ങി ഉടച്ചെടുത്തും ഉണ്ടാക്കാം. ഇതിപ്പോ ഞാൻ പെട്ടെന്നായത് കൊണ്ടിട്ട് അരിഞ്ഞ് പെട്ടെന്ന് വേകാൻ വേണ്ടിയിട്ട് കുക്കറിലിട്ട് അടിച്ചതാണ്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പോരാത്തുണ്ടെങ്കിൽ ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ഉപ്പുണ്ട്. ഇനിയിപ്പോ ഉപ്പിടേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് മസാല ദോശ ഇടാം. ഇതിന്റെ ഇത് റെഡി ആയിട്ടുണ്ട്. മസാല മാറ്റി വെക്കാം. നമുക്ക് ദോശ നമ്മുടെ മസാല ദോശക്ക് വേണ്ടിയുള്ള മസാല റെഡി ആയിട്ടുണ്ട്. നല്ല സ്വാദിഷ്ടമായ മസാലയാണ്. പാലില് എല്ലാരും വെള്ളം വെച്ചൊക്കെയല്ല ഉണ്ടാക്കണം. നമ്മള് വെള്ളം തൊടാതെ ഒട്ടും വെള്ളം തൊടാതെ പാലില് പശുവിൻ പാലില് ശുദ്ധമായ പശുവിൻ പാലിൽ ഉണ്ടാക്കിയതാണ്. ദോശമാവ് ഞാൻ രാവിലെ ആട്ടി വെച്ചതാണ്. ഇതിൻ്റെ കൂടെയുള്ള തക്കാളി ചട്നിയും തേങ്ങാ ചട്നിയും കുറച്ച് മുമ്പ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ നമുക്ക് ദോശ ഇട്ട് തുടങ്ങാം. നല്ല അടിപൊളി ദോശ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നെയ്യ് റോസ്റ്റ് പോലെയാണ്. ബാക്കിയുള്ള പോലെ ഓയിലൊന്നും അല്ല വെച്ചാൽ നെയ്യിൽ തന്നെയാണ് ദോശ ഉണ്ടാക്കുന്നത്. ഇതൊന്ന് നല്ലോണം മൊരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചേക്കണ മസാല ഇടണം. ഒന്ന് റെഡി ആയിക്കോട്ടെ. നമ്മൾ ഇതിലേക്കപ്പോൾ റെഡിയാക്കി വെച്ച മസാല ചേർത്ത് കൊടുക്കാം. മൊരിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മളപ്പോൾ അത് മടക്കി സ്വാദിഷ്ടമായ മസാല ദോശ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ട്രയാങ്കിൾ പോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതേ അടുത്ത ദോശ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ചൂടോടുകൂടി നമുക്കിനി കഴിക്കാം.
നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്ത് നെയ്യിൻ്റെ ഒക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. നെയ്യ് റോസ്റ്റ് ആയിട്ട് ഇപ്പം ഇത് മസാല വേണ്ടാത്തവർക്ക് നമുക്ക് ഇതാണ് നെയ്യ് റോസ്റ്റ് എന്നും പറഞ്ഞ് കിട്ടുന്നത്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കാം, ഹോട്ടലിൽ നിന്നൊക്കെ പോയി കഴിക്കാം. അതിൻ്റെ കൂടെ നമ്മളിത് തക്കാളി ചട്നി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ട, തക്കാളി സവാള എല്ലാം കൂടി ഇട്ട് ഇതാക്കി, പിന്നെ അതേ നല്ല തേങ്ങാ ചട്നി അതിൻ്റെ കൂടെ കഴിക്കാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇവിടെ സാമ്പാർ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ സാമ്പാർ അങ്ങനെ അധികം ഉപയോഗിക്കാറില്ല. അപ്പം ചില സമയത്ത് മീൻകറി ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ മീൻകറിയും കൂട്ടും. മീൻകറി നല്ല ടേസ്റ്റാണ്. ബീഫും ദോശയും മീൻകറിയും ദോശയും നല്ലതാണ്. അല്ലാതെ അടിപൊളി സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾക്ക് ഇനി ഇത് കഴിക്കാം. അപ്പം നമ്മളിത് മസാല ദോശ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നല്ലത് തേങ്ങാ ചട്നി നമ്മൾ റെഡിയാക്കി വെച്ച തേങ്ങാ ചട്നി ഒക്കെ ഒഴിച്ച്, പിന്നെ അതേ നമ്മുടെ തക്കാളി ചട്നി അതും കൂടി ഒഴിച്ച് നമ്മളൊരു പിടിക്കാൻ പോവാണ്. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.